മഞ്ഞൾ എത്ര ടൈപ്പ് ഉണ്ട് സ്വാമി? എത്ര സൈസ് വേണം? സാധാരണ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ കുപ്പ മഞ്ഞൾ എന്ന് പറയും. അതിൻ്റെ പിന്നെ വലിയ മഞ്ഞൾ, അത് കഴിഞ്ഞ് കാട്ടുമഞ്ഞൾ, പാടമഞ്ഞൾ, കരിമഞ്ഞൾ, പിന്നെന്തുവാ കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ വെള്ള. ഉപയോഗം മഞ്ഞളിൻ്റെ എല്ലാ ഉപയോഗവും രക്തശുദ്ധീകരണത്തിനാണ്, അണുനാശിനിയാണ് എല്ലാം. ഏറ്റവും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഏത് മഞ്ഞൾ? ഉപയോഗിക്കുന്നത് നമ്മൾ കുപ്പ മഞ്ഞളാണ്. അല്ല, ഈ മരുന്ന് പിന്നൊരു മഞ്ഞളുണ്ട്, മരമഞ്ഞൾ. അത് മരമഞ്ഞൾ. അതിൻ്റെ ഉപയോഗം ഒന്ന് പറയാം. മരമഞ്ഞളെല്ലാം വഴി കഷായത്തിനുണ്ടാക്കുന്നില്ല, എല്ലാ മരുന്നിലും ചേരുന്ന ആയുർവേദത്തിലെ ഭൂരിപക്ഷം മരുന്നിലും മരമഞ്ഞളില്ലേ. കുഷ്ഠരോഗത്തിൻ്റെ എല്ലാ മരുന്നുകളിലും ചേരും മരമഞ്ഞൾ. അതൊക്കെ ഇവിടുന്ന് ഇറങ്ങി അങ്ങ് നടക്കണം, മഞ്ഞളെല്ലാം കണ്ടുപിടിക്കണേ. ഒന്നാമത് ഇതിങ്ങനെ പറഞ്ഞ് പഠിച്ച് വെച്ചുകൊണ്ട് നടന്ന് കാര്യം കഴിഞ്ഞുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. ഈ രാജ്യത്ത് ഇതൊന്നും ഉപയോഗിക്കാനായിട്ടില്ല. എന്തുവാ ഇതിപ്പോൾ ഈ ഗുളിക ഭക്ഷിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരായിട്ട് മാറിക്കഴിഞ്ഞു. രാവിലെ 2, ഉച്ചയ്ക്ക് 3, വൈകിട്ട് 4. അതുകൊണ്ട് കാര്യങ്ങൾ ഓടത്തില്ല. അതുകൊണ്ട് ഈ മരുന്നുകളൊന്നും നമ്മൾ കണ്ടുപിടിച്ച് ഇങ്ങനെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. വെള്ളം ഇതിനൊക്കെ എത്ര കാലം കൊണ്ട് വെള്ളം കോരുന്നറിയാം. പറന്തല്ലേ ഇതെന്ത് ഉപയോഗിക്കുന്ന സമയം? ഇത് തലവേനൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ കാലത്ത് വെച്ചിടും, എന്തെങ്കിലും കായ്ക്കുമായിരിക്കും. പറന്തല്ലേ എല്ലൊടിഞ്ഞാൽ കാടിനീര് തൊട്ടരയ്ക്കുക. അരച്ച നല്ല മാംസം പോലെ ആക്കണം. മാംസം പോലെ ആക്കിയിട്ട് ആ ഒടിഞ്ഞ സ്ഥലത്തും കൂടി ചേർത്ത് വെച്ചിട്ട് ഇവനെ വാരി അങ്ങ് പൂച്ചുക, എന്നിട്ട് കെട്ടുക. അവിടെ ഇരുന്ന് ഊറുന്നത്. അതുകൊണ്ടാണ് അത് ഊറാവെന്ന് പറയുന്നത്. ഊറാവില്ല, ആ വലിയ മരം. അതുകൊണ്ട് ആ വലിയ തടിയുള്ള മരമാണ്. അതിൻ്റെ ഇലയൊന്നും കിട്ടത്തില്ലെന്ന് കിട്ടാൻ പാടാ. എടുത്തിട്ടുണ്ടോ അതില്ലേ? കാണിയല എന്തോ കഴിക്കാത്ത കാഞ്ഞരം. വെള്ളിക്കാഞ്ഞരം ഇത് നോക്ക്, കഴിക്കത്തില്ല.